നമസ്കാരം. ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ ഒരു സ്ത്രീ മനസ്സിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ സ്വഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് വളരെ സൂക്ഷ്മതയോടെ എങ്ങനെ പ്രവേശിക്കാം ജ്യോതിഷപരമായി എന്നുള്ള വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ത്രിശാംശകം എങ്ങനെ കണക്കാക്കാം എന്നുള്ളത്. അത് പക്ഷേ വീഡിയോ അധികം ഓടിയിട്ടില്ല. അത് ഇത്തിരി ഗഹനമായ, ഞാൻ ഇപ്പോഴേ പറയേണ്ട വിഷയമല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. പറഞ്ഞു വന്നതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതിനു മുമ്പ് കമൻറ്റ് ബോക്സിൽ ഒന്നോ രണ്ടോ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നു. അത് എന്താണെന്ന് നോക്കിയ ശേഷം നമുക്ക് കിടക്കാം. ഞാൻ ത്രിശാംശകം എങ്ങനെ കണക്കാക്കും എന്നുള്ള ആ ഒരു മെത്തേഡ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായം വന്നിരിക്കുന്നു. പൊട്ടത്തരം പറയാതെ സാറേ, ജെമിനി ത്രിശാംശകം കണക്കാക്കുന്നത് രാശിയുടെ ലിംഗം അല്ല, ഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഡിഗ്രി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫിക്സഡ് ഡിഗ്രി സിസ്റ്റമാണ്. അതായത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് കണക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഈ ജ്യോതിഷത്തിൽ പല പല വിങ്ങുകളും ഉണ്ട്. അതായത് ജെമിനി ഗണേശം, KP അസ്ട്രോളജി, പിന്നെ ഫെങ് ഷൂയി, ചൈനക്കാർ കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ട് ഫെങ് ഷൂയി എന്ന് പറഞ്ഞ്. ലോകത്തിൽ വിവിധ തരങ്ങളായ സംഗതികൾ ഉണ്ട് എങ്കിൽ പോലും ശാസ്ത്ര സത്യവും നിയമവും ഒന്നേ ഉള്ളൂ. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലം ഉണ്ടാകും, അവിടെ തീ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിനൊരു സിസ്റ്റം ലോകം മുഴുക്കെയും, ഇവിടെ ഭാരതത്തിൽ മാത്രമല്ല, ഗ്രീക്കിലായിരുന്നാലും പാശ്ചാത്യ പൗരസ്ത്യ ഏത് പ്രദേശങ്ങളിലായിരുന്നാലും ഇത് 12 രാശികൾ, 7 ഗ്രഹങ്ങൾ, അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഭാരതീയർക്കായി വരാഹ മിഹിരാഗ ആചാര്യൻ മുൻ ആചാര്യന്മാരുടെ നിഗമനങ്ങളിൽ നിന്നും അവരെ അറിവിൽ നിന്നും അവർ രൂപപ്പെടുത്തിയെടുത്തത്. അതിലെ തെറ്റുകൾ മാറ്റി ഒരു ശാസ്ത്ര ഗ്രന്ഥമായിട്ട് ഏകദേശം 4 വരി ശ്ലോകങ്ങളുള്ള ഒരു 25 അധ്യായങ്ങളിലായിട്ട് ഒരു കൊച്ചു പുസ്തകം നമുക്കായി പ്രദാനം ചെയ്തു തന്നിട്ടുള്ളത്. അത് ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ്. അതിലും തെറ്റുകളില്ലേ എന്ന് ചോദിച്ചാൽ തെറ്റുകളുണ്ട്. ആ തെറ്റുകളെല്ലാം നമുക്ക് മാറ്റി നിർത്തുക. ഞാൻ എൻ്റെ വായിൽ തോന്നിയത് ഒരിക്കലും ഞാൻ ജ്യോതിഷ നിഗമനങ്ങൾ, ഏതെങ്കിലും ഒരു നിഗമനങ്ങളിൽ എത്താൻ വേണ്ടും ഒരു പണ്ഡിതനല്ല. എനിക്ക് മുൻ പ്രതിഭയുള്ള ആചാര്യന്മാർ നമുക്കായി പകർന്നു തന്നത് പഠിച്ചിട്ട് നിങ്ങളോട് പറയുന്നതാണ്, അല്ലാതെ ഞാൻ വായിൽ തോന്നിയത് പറയുന്നതല്ല. ഈ കൊച്ചു പുസ്തകത്തിൽ, ഈ ഹോരാശാസ്ത്രം എന്ന സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങിയ ഈ കൊച്ചു പുസ്തകത്തിൽ ത്രിശാംശകം എങ്ങനെ കണക്കാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഏകദേശം ശരിയായി വരാറുമുണ്ട്. അതാണ് ഇതിൻ്റെ ഉത്തരം. ജനന സമയം കൃത്യമാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഏതോ വീഡിയോ കണ്ടിട്ട് ശരിയാണ്, ജനന സമയം കൃത്യമാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അടുത്ത 29/4/1986 3 AM 6 AM ഇതും കൂടി ഒന്ന് വിശകലനം ചെയ്യൂ, നോക്കട്ടെ ചേട്ടൻ അറിയാമോ എന്ന്. എനിക്കറിയാമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ നിൽക്കുന്ന ചോദ്യം ഇതും കൂടെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല. എടുത്ത് പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടെങ്കിൽ ദീർഘായുസ് ഉണ്ടാകണോ നിർബന്ധമൊന്നുമില്ല. കാരണം അത് ഈ ആയുസ് കണക്കാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ഞാനിപ്പോൾ എടുത്തിടാത്തത്, ഇപ്പോൾ ഒന്നും എടുത്തിടാൻ പറ്റൂല. കാരണം ഈ ചില സംഗതികൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ സ്വന്തം ജാതകവുമായിട്ട് കൂട്ടിവെച്ച് വായിക്കും. അപ്പോൾ ഞാൻ ഈ ഹ്രസ്വായുസ്, മധ്യായുസ്, ദീർഘായുസ് ഇതിനൊക്കെ ഓരോ സിസ്റ്റം ഉണ്ട്. അതിന് ഒരുപാട് നിയമങ്ങളും ഉണ്ട്. ഒരാൾ എവിടെ, എങ്ങനെ, ഏത് പ്രദേശത്ത് വെച്ച്, ആകാശത്തോ ഭൂമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപകടകരമായോ മരിക്കും
അതിന് അതിന് ഒരു നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ശരിയാകണോ നിർബന്ധമില്ല, എന്നാൽ ശരിയാവുകയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ സ്വന്തം ജാതകം എടുത്തു വെച്ച് പരിഭ്രമിക്കും. അത് എനിക്ക് മനസ്സിലായത്, ഇത് ശുക്രന്റെ ഇരുവശവും പാപഗ്രഹങ്ങൾ നിൽക്കുകയും, പുരുഷ ജാതകത്തിൽ ശുക്രന്റെ ഇരുവശവും പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ശുക്രന്റെ 4-ലോ 8-ലോ പാപഗ്രഹങ്ങൾ നിൽക്കുമെങ്കിൽ അയാളുടെ ഭാര്യ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നോ കയറുകൊണ്ടോ തീ കൊണ്ടോ കൊല്ലപ്പെടും എന്ന് ഒരു നിയമം ഈ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ പ്രസിദ്ധീകരിച്ച് 24 മണിക്കൂറിനകം എനിക്ക് വന്ന ഫോൺ കോളുകൾക്ക് കണക്കില്ല. എൻ്റെ ഭർത്താവിൻ്റെ ജാതകത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, ആയുസിന് കുഴപ്പമുണ്ടോ സാറെന്ന്. ഇതിന് വേറൊരു സംഗതിയുണ്ട്. അങ്ങനെ നിന്നെന്ന് പറഞ്ഞ് നിർബന്ധമില്ല. അത് അങ്ങനെ വരണമെങ്കിൽ ഒരുപാട് നിയമങ്ങൾ വരണം എന്നുള്ളതാണ്. അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം. അപ്പോൾ വേറെ വ്യക്തിപരമായ ഇതാ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദം സംസാര ശൈലി പോലെ സാമ്യം കാണുന്നു. ചിലർ പറയുന്നു സുരേഷ് ഗോപിയെ പോലെ എന്ന്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. അപ്പോൾ പല സാമ്യം കാണുമായിരിക്കും, അനുകരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം വ്യക്തിപരമായ ചില ചോദ്യങ്ങളാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചില ലക്ഷണങ്ങൾ, ഗ്രഹം ഇവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു, അതെങ്ങനെയാകുന്നു. വ്യക്തിപരമായ ചോദ്യങ്ങൾ എന്നോട് നേരിട്ട് ഫോണിൽ ചോദിക്കാം. ഫോൺ നമ്പർ ഞാൻ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്ത്രീ ജാതകത്തിൻ്റെ, സ്ത്രീ സ്വഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ജാതകം നോക്കുക. സാധാരണ ലൈറ്റായിട്ട് നോക്കുക. ലഗ്നം എവിടെ നിൽക്കുന്നു, ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു, അതിൻ്റെ ഭാവവും ഒക്കെ നോക്കി, ഭാവാധിപന്മാർ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കി വളരെ ലൈറ്റായിട്ടാണ് സാധാരണ എല്ലാ പേരും നോക്കുക. പക്ഷേ ഈ ഒരു ജാതകക്കാരൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഷഡ്വർഗങ്ങളിൽ കൂടെ നോക്കണം. വർഗാധിപന്മാരെന്നാ പറയുക. 6 വർഗാധിപന്മാരുണ്ട്. 6-ൽ ത്രിശാംശകം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഒരു രാശിയെ 1 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള രാശിയെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്, ഈ എപ്പിസോഡ് ആണ് കാണുന്നതെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കാണുക. അപ്പോൾ ഈ 1 ഡിഗ്രി മുതൽ 30 ഡിഗ്രി ഉള്ള പോർഷത്തെ പല ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. ഒരു 5 ഡിഗ്രി വരെ ഒരു ഗ്രഹത്തിനാധിപൻ, ഒരു ത്രിശാംശകാധിപൻ, അങ്ങനെ പല വ്യത്യസ്ത പോർഷങ്ങളിൽ. അത് ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ സൂര്യചന്ദ്രന്മാരൊഴിച്ച് ബാക്കി 5 പഞ്ചതാരാഗ്രഹങ്ങൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഇവർക്ക് 5 പേർക്കും ഓരോ രാശികളിലും പ്രത്യേക ഡിഗ്രി മിനിറ്റുകളിൽ, പ്രത്യേക ഇത്ര ഡിഗ്രിക്കകം ഒരു ആധിപത്യം കൊടുത്തിട്ടുണ്ട്. അവിടെ ലഗ്നമോ ചന്ദ്രനോ വരികയാണെങ്കിൽ, ലഗ്നത്തെയും ചന്ദ്രനെയും കൊണ്ടാ പറയുക. ലഗ്നം കേന്ദ്രബിന്ദു, ചന്ദ്രൻ മനക്കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹം. അപ്പോൾ ഓരോ സംഗതിയും പറഞ്ഞിട്ടുണ്ട്. അതായത് കുജന്റെ രാശികളിൽ, മേടം, വൃശ്ചികം എന്നീ കുജന്റെ രാശികളിൽ ത്രിശാംശ, ഈ ലഗ്നവും ചന്ദ്രൻ, ലഗ്നത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം. ചന്ദ്രനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ലഗ്നം വന്നു കഴിഞ്ഞാൽ ത്രിശാംശക അധിപൻ കുജനാണെങ്കിൽ കന്യാച ദുഷ്ട എന്ന ആചാര്യം പറയുക. അതായത് വിവരമില്ലാത്തവൾ, പക്വതയില്ലാത്തവൾ, എടുത്ത് ചാട്ടക്കാരി, അതായത് ദോഷമുള്ളവൾ എന്നർത്ഥം. ഞാൻ സ്ത്രീ ജാതകത്തെ പറ്റിയാ പറയുക കേട്ടോ. ഒരു പക്വതയില്ലാത്ത, ആരോട് യോജിപ്പില്ലാത്ത ഒരു പ്രകൃതം എന്ന് പറയുക. ഈ 2 രാശികളിൽ ഏതെങ്കിലും ഒന്നോ ലഗ്നമായി വരികയും അവിടെ ത്രിശാംശക അധിപൻ
ബുധനായി വരികയും ചെയ്താൽ കപടയ എന്നാ പറയുക. കാപട്യമുള്ളവർ, കള്ളം പറയുന്നവർ, ചില സംഗതികൾ മറച്ചു വെക്കുന്നവർ എന്നാ പറയുക. അപ്പോൾ കുജനും ശനിയും ഈ രാശി ലഗ്നമായി വരികയും അവിടെ ത്രിശാംശക അധിപൻ ബുധനോ കുജനോ വന്നാൽ അതൊരു ദോഷമാ പറയുക. എനിക്ക് സംസ്കൃത പേര് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ബുക്കിനെ ആശ്രയിക്കേണ്ടി വന്നു. അടുത്ത് മന്ദൻ ആണ് ത്രിശാംശക അധിപനെങ്കിൽ വ്രജതീഹദാസ്യം എന്നാ പറയുക. എന്താണ് വ്രജതീഹദാസ്യം? മറ്റൊരാൾക്ക് കീഴിൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും, ദാസിയായി തീരും, അല്ലാതെ വലിയ കുഴപ്പമൊന്നും പറയുന്നില്ല. അടുത്ത് ശുക്രനാണെങ്കിൽ കുചരിത്രയുക്ത, അതായത് ഭോഗങ്ങളിലും ഇന്ദ്രിയ സുഖങ്ങളിലും താല്പര്യം, ജീവിതത്തിലെ ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാനുള്ള ത്വര, വേറെ കുഴപ്പമൊന്നും പറയുന്നില്ല. അടുത്ത് ഗുരുവാണെങ്കിലോ ശ്രേഷ്ഠ, സാധി എന്നാ പറയുന്നത്, ശ്രേഷ്ഠ. അതാണ് കുജന്റെ രാശികളിൽ ഏതെങ്കിലും ലഗ്നമായി വരികയും അവിടെ ത്രിശാംശക അധിപന്മാർ ഇവർ ആയിരിക്കുകയും ചെയ്താൽ ഉള്ളൊരു ഫലം. നമുക്കിത് ഗ്രഹങ്ങളുടെ ഡിഗ്രി മിനിറ്റ് കൃത്യമായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. ലഗ്നത്തിൻ്റെ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമോയെന്ന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വരും ക്ലാസ്സുകളിൽ കൂടുതൽ വിശദീകരിച്ച് തന്നെ പറയാം. അപ്പോൾ നമുക്കിവിടെ ലഗ്നം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ലഗ്നാധിപൻ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കൂ, മറിച്ച് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കേണ്ട ഒരു സൂത്രപ്പണിയാണിത്. ഇത് ഈ ലഗ്നം നല്ല രീതി ഇപ്പം കുജൻ്റെ ഇതിൽ നിന്നാൽ ദോഷം പറയുന്നുണ്ടല്ലോ, കുജൻ്റെ നാണ് ത്രിശാംശക അധിപനെങ്കിൽ. പക്ഷേ ചന്ദ്രൻ വേറെ ഏതെങ്കിലും രാശിയിലോ ആ രാശിയിൽ തന്നെയോ നല്ല ത്രിശാംശക അധിപന്മാരിൽ നിന്നാൽ ഒരു ഫലം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫലം മിക്സ് ചെയ്ത് പറയേണ്ടി വരും. അതായത് ലഗ്നം ഇവിടെ മേടത്തിൽ കുജൻ്റെ ത്രിശാംശകത്തിൽ നിൽക്കുകയാണ്. അതായത് അപ്പോൾ പറയുക കന്യാഴ്ച ദുഷ്ടയായിരിക്കും, വിവരമില്ലാത്ത തൻ്റെ ഇടി എന്നൊക്കെ നമ്മൾ ഒരു നിഗമനത്തിലെത്തി നിൽക്കുമ്പോഴത്തേക്കുമാണ് ചന്ദ്രൻ എവിടെയെങ്കിലും രാശിചക്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ത്രിശാംശകാധിപനിലായിരിക്കുമല്ലോ ഉള്ളത്. അപ്പോൾ ചന്ദ്രന് നല്ലൊരു ഫലമാണുള്ളതെങ്കിൽ ആ ഫലം മിക്സ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. ആ ചന്ദ്രനും കൂടെ വശം കെട്ട ത്രിശാംശക അധിപന്മാരിലാണെങ്കിൽ, ലഗ്നവും ആണെങ്കിൽ ഇങ്ങനെ വരാം. അടുത്ത് ലഗ്നം ശുക്രന്റെ രാശിയായ ഇടവം തുലാം രാശികളിൽ നിന്നാൽ അവിടെ ത്രിശാംശക അധിപന്മാർ ആര് എന്നുള്ളതിൻ്റെ ഫലം നോക്കാം. അവിടെയും കുജന്റെ ത്രിശാംശകത്തിലാണ് വരുന്നതെങ്കിൽ, ത്രിശാംശക അധിപൻ കുജനെങ്കിൽ ദുഷ്ട എന്താ പറയുന്നത്. അപ്പോൾ ഈ 4 രാശികളിൽ ത്രിശാംശകാധിപൻ കുജൻ വന്നാൽ വശക്കേടാണ്. ശനി വന്നാൽ പുനർവിവാഹം ചെയ്തവൾ, അനാചാരങ്ങൾ, ഈ ഒരു വ്യവസ്ഥയില്ലായ്മ, നിയമമൊന്നും ബാധകമല്ലാതിരിക്കുക, ഇങ്ങനെ കൊത്ത പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 4 രാശികളിലും കുജനും ശനിയും ഒരല്പവശക്കേടായി വരുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ ഗുണങ്ങളുള്ളവൻ. ഗുരു ആണ് ത്രിശാംശക അധിപനെങ്കിൽ ഈ 4 രാശികൾക്കും അത് നല്ല കാര്യമായിട്ടാണ് പറയുക. ബുധനാണ് വരുന്നതെങ്കിൽ കലാജ്ഞ, കലാകാരി,
കലകളോട് താല്പര്യമുള്ളവൾ. അപ്പോൾ ബുധന് ഈ രാശി, 2 രാശിയും പന്തികേടാണെങ്കിൽ, ഞാൻ തൃശാംശക അധിപൻ്റെ കാര്യമാണ് പറയുന്നത്, ആ രാശി നിന്നാലുള്ള ഫലമല്ല കേട്ടോ. അപ്പോൾ ഈ കപടമുള്ളവൾ എന്ന് പറയുകയാണെങ്കിൽ ഈ രാശി ലഗ്നക്കാരിക്ക് ഈ 2 രാശി ലഗ്നക്കാരിക്ക് ബുധൻ തൃശാംശക ആധിപത്യം വഹിക്കുക നല്ലതാണ്. കലാകാരി അത് നല്ലതല്ലേ? നമുക്ക് ജീവിതത്തിലെ ഈ കലാപരമായ കാര്യവും അല്ലെങ്കിൽ കായികപരമായ കാര്യവും അല്ലെങ്കിൽ എഴുത്ത്, സാഹിത്യം, ഇതൊക്കെ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറം ആനന്ദങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നവരാവർ. അതൊരു വ്യത്യസ്തമായൊരു ജീവിതമാണ്. നമ്മുടെയൊക്കെ ജീവിത വീക്ഷണം എന്താ? പള്ളിക്കൂടത്തിൽ പഠിക്കുക, പരീക്ഷ എഴുതുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പണി ആരുടെയെങ്കിലും കീഴിൽ വാങ്ങുക, ഒരു കല്യാണം കഴിയുക, കുറച്ച് പിള്ളേരെ ഉണ്ടാക്കുക, അവരെ വളർത്തുക, പഠിപ്പിക്കുക, അവസാനം നരച്ച് അസുഖങ്ങൾ വന്ന് ചത്തുപോവുക. ഇതല്ലാലോ ജീവിതം. മറ്റുള്ളവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നവരാണ് കലാകാരും സാഹിത്യകാരും. അറിവുകൾ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് നിന്ന് വീക്ഷണകോണുകളോടെ ജീവിതത്തെ നോക്കിക്കാണുകയും ആ അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്തു തരികയും ചെയ്യുന്നവരാണ്. അവർ ആദരിക്കപ്പെടേണ്ടവർ തന്നെ. അപ്പോൾ ഇത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയാൽ ബാക്കി രാശികളുടെ 8 രാശികളുടെയും ത്രിശാംശക അധിപന്മാരെ പറ്റി അടുത്ത ഒറ്റ എപ്പിസോഡ് കൊണ്ട് പറഞ്ഞ വേറൊരു വിഷയത്തിലോട്ട് തിരിയുകയാണ്. വേറെ എന്തെങ്കിലും ഈ ജ്യോതിഷപരമായ വിഷയത്തിലോട്ട് തിരിയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഇത് അത്യന്തം വിരസമായ വിഷയമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഈ നേരിട്ട് ഓൺലൈൻ വഴിയല്ല, നേരിട്ട് ഒരു ക്ലാസ് മുറിയിലിരുന്ന് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അബദ്ധത്തിലെടുത്തിട്ട് പോയത്. കാരണം അവിടെ നിരവധിയായ സംശയങ്ങൾ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകും. ചോദിക്കാൻ നിവർത്തിയില്ല, കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കും. ഞാൻ ചിലപ്പോൾ മറുപടി പറയുമായിരിക്കില്ലായിരിക്കും. അതല്ല, നേരിട്ടാവുമ്പോൾ അവിടെ വെച്ച് സംശയങ്ങളും ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും. അവർക്ക് ആ സംശയം തീരുന്നത് വരെയും മറുപടി കൊടുക്കാനും കഴിയും. അപ്പോൾ യൂട്യൂബിലൂടെ, ഈ വീഡിയോയിലൂടെ ഇത്രയേ സാധ്യമാകുന്നുള്ളൂ. ഈ ഒരു വിഷയം എനിക്ക് പറയാം, അതിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ, അടുത്ത ഒറ്റ എപ്പിസോഡ് കൊണ്ട് ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിൽ ഈ ത്രിശാംശക അധിപന്മാർ ഓരോ രാശിയിലും ലഗ്ന വന്നാൽ ഉള്ളൊരു ഫലം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ജ്യോതിഷത്തിലെ രസകരമായ മറ്റ് സംഗതികളിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വിഷയം ഇവിടെ തീർന്നു. ഇനി ഞാൻ സാധാരണ രീതിയിൽ ആനുകാലികവും ഫിലോസഫിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇക്കുറി വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിക്കാതെ കിടന്നതാണ്. വളരെ നാളുകൾക്ക് മുമ്പ് ഒരു അമ്മ തൻ്റെ മകൻ്റെ ജാതകം ഒന്ന് യൂട്യൂബിലൂടെ ഇടണം, ഇത് ഒന്ന് ഷൂട്ട് ചെയ്ത് അവനെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. ഒരു പ്രായപൂർത്തിയായിട്ടും ഒരു തൊഴിൽ സ്ഥിരതയൊന്നും കാണുന്നില്ല, അതെന്താണെന്ന് ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ഒന്ന് ഇട്ടാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കാതെ കിടന്ന വിഷയവുമായിപ്പോയി. അതുകൊണ്ട് ഇക്കുറി ഈ എപ്പിസോഡിൽ കുറച്ച് നേരം ആ ഒരു ജാതക വിശകലനം ചെറുതായിട്ട് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുക. ഒരു 30 വയസ്സുകാരൻ്റെ ഒരു ഗ്രഹനിലയിലേക്ക്, ഒരു ജാതകത്തിലേക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ട് യാത്ര ചെയ്യാം. ഇന്ന് കേരളീയ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആണായാലും പെണ്ണായാലും വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലില്ല, തൊഴിൽ സ്ഥിരതയില്ല, അതുപോലെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. കല്യാണമൊക്കെ വലിയ കാര്യമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജാതകത്തിൽ
ഇനി ഈ 30 വയസ്സിനുമപ്പുറം ഇനിയുള്ള ജീവിതയാത്രാ അനുഭവങ്ങൾ നന്നായിരിക്കുമോ പൊല്ലാത്തതായിരിക്കുമോ എന്ന് ആണ് നമ്മൾ നോക്കുക. എല്ലാ ഈ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും സ്വന്തമായിട്ട് ജീവിതത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പറന്നു നടക്കാനുള്ള പ്രായമായിട്ടും അച്ഛനമ്മമാരെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ചെറുപ്പക്കാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹവും. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഈ ചെറുപ്പക്കാരൻ്റെ മാതാവ് ഹൃദയവേദനയോട് കൂടിയാണ് എനിക്ക് ഈ വാട്സപ്പ് സന്ദേശം അയച്ചത്. ആ ചെറുപ്പക്കാരനും കൂടെ കേൾക്കത്തക്ക രീതിയിൽ സാർ ഒരു വീഡിയോ ചെയ്യണമെന്ന് മാസങ്ങളായി ഞാൻ ശ്രദ്ധിക്കാതെ കിടന്നതാണ്. അത് സാധാരണ തിങ്കളാഴ്ച ദിവസം ഞാൻ ചെയ്യാറില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം വല്ല ഗുണവും ഉണ്ടാവുമെന്ന്. ലഗ്നം വന്നിരിക്കുന്നത് മിഥുനത്തിൽ. ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ അനാലിസിസ് ചെയ്ത് വാട്സപ്പ് സന്ദേശം അയച്ചപ്പോൾ എനിക്ക് ഈ ഗ്രഹനിലയിൽ ആദ്യം എന്തോ ഒരു അശ്രദ്ധ കുറവുകൊണ്ട് ഇത് എടുത്തു വെച്ച് പേപ്പറിൽ എഴുതിയപ്പോൾ ഗുരുവിനെ ഇപ്പുറത്താണ് എഴുതിയത്. ഗുരു 5 നിൽക്കുന്നു എന്നാണ് വിചാരിച്ചത്. അല്ല. അതുപോലെ തന്നെ ബുധൻ 12 നിൽക്കുന്നു. ഇങ്ങനെ ചെറിയ ഒരു ഇത് പറഞ്ഞു പോയി. അത് ഈ വീഡിയോയിലൂടെ അവർ തിരുത്തി മനസ്സിലാക്കാൻ അപേക്ഷ. ലഗ്നം വന്നിരിക്കുന്നത് മിഥുനത്തിൽ, 2 കർക്കിടകത്തിൽ ചന്ദ്രൻ, 3 കുജൻ, 6 വൃശ്ചികത്തിൽ ഗുരു, 10 ശനി, 11 ശുക്രൻ, 12 രവി ബുധനാണെങ്കിലും ബുധൻ ഭാവാൽ ലഗ്നത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 12 ബുധൻ 1-ാം ഭാവം ലഗ്നാധിപൻ ലഗ്നഭാവത്തിലേക്ക് ഭാവാൽ മാറിക്കഴിഞ്ഞു. അത് നല്ലതാണ്. മാത്രമല്ല 1-ാം ഭാവത്തിൽ ബുധന് ദിഗ്ബലവും ഉണ്ട് എന്നാ പറയുക. അപ്പോൾ ഇതാണ് കാലാവസ്ഥ. ഈ ആദ്യം വിദ്യാഭ്യാസമാണ്. ഇനി വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല. തൊഴിലേക്ക് വേണ്ടി വിദ്യാഭ്യാസം കഴിയേണ്ട കാലം കഴിഞ്ഞു. വിദ്യാഭ്യാസം എല്ലാ കാലത്തും വേണം, പക്ഷെ തൊഴിലേക്ക് വേണ്ടി വിദ്യാഭ്യാസം കഴിയേണ്ട കാലം കഴിഞ്ഞു. 2-ാം ഭാവപതി 2-ലുണ്ട്. 2-ലേക്ക് ഗുരുവിൻ്റെ, ഞാൻ മുമ്പ് അവരോട് പറഞ്ഞ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ടെന്ന് അല്ല, നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുരുവിൻ്റെ ദൃഷ്ടി 9-ലേക്കുള്ളത് ലഗ്നാൽ 2-ലേക്കാണ്. അതുപോലെ തന്നെ 10-ാം ഭാവപതിയാണ് ഗുരു. ഗുരുവിന് 2-ലേക്കും ദൃഷ്ടിയുണ്ട്, 10-ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടുകയും ആ വിദ്യയ്ക്ക് അനുസൃതമായ തൊഴിൽ കിട്ടുകയും ചെയ്യണമെന്നാണല്ലോ ജ്യോതിഷ നിയമം പറയുക. എന്ന് മാത്രമല്ല 10 കർമ്മഭാവം അതീവ ബലവുറ്റതാണ്. നോക്കൂ, 10-ൽ ശനി നിൽക്കുന്നു. തൊഴിൽകാരകനായ ഗ്രഹത്തിൽപ്പെട്ടതാണ് ശനി. 10-ൽ നിൽക്കുന്നു. 10-ാം ഭാവപതിയുടെ ദൃഷ്ടി നോക്കൂ. കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 7-ലോട്ടും 8-ലോട്ടുമുള്ള ദൃഷ്ടി 10-ലേക്ക്. 10 അതീവ സമ്പുഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ആ മാതാവ് പറയാതിരുന്നുവെങ്കിൽ ഇദ്ദേഹം വളരെയേറെ തൊഴിൽ സ്ഥിരതയില്ല, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുക, അതും സ്ഥിരമില്ല. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവപതി 10-ലുണ്ട്. ഇവിടെ ഒരു ഭാഗ്യസ്ഥാനത്തിന് ഒരു പാപന്റെ പീഠ, കുജന്റെ പീഠ ദൃഷ്ടി കൊണ്ട് വന്നിരിക്കുന്നു. കൂടുതൽ കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമാണ് എന്നർത്ഥം. ശുക്രൻ, എല്ലാ ഗ്രഹങ്ങൾക്കും 11 നല്ലതാണ്, ശുക്രനും നല്ലത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം ഈ ഭാഗ്യാധിപൻ ഭാവപതി ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് നല്ലതാണെങ്കിലും ശനി ഇവിടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ 1 വർഷക്കാലമായി ലഗ്നത്തിൻ്റെ 12-ലൂടെ ഗുരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതെ, 1-2 കുറച്ച് മാസം കഴിയുമ്പോൾ ഗുരു ലഗ്നത്തിലേക്ക് വരും. ചാരവശാലുള്ള സഞ്ചാരപഥത്തിൽ ലഗ്നത്തിലൂടെ ഗുരു സഞ്ചരിക്കുന്നതും അത്ര പന്തിയായി പറയുന്നില്ല. പക്ഷെ ഇവിടെ സ്ഥിരമായിട്ടൊരു വർഷം ഉണ്ടാവില്ല. 2-ലോട്ട് കർക്കിടകത്തിലോട്ട് ചാടും, പിന്നെ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും, അങ്ങനെ കുറച്ച് ചാട്ടം അടുത്ത് വക്രഗതി എന്നാ പറയുക ഗുരുവിന്. അത് ഗുരുവിന് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകും.
അപ്പോൾ ഈ രണ്ടിലൂടെയുള്ള സഞ്ചാരം നടത്തുന്ന സമയം ഈ കുട്ടിക്ക് അനുകൂലമായ സമയമാണ്. കൂടുതൽ പുതിയ പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രവുമല്ല, ശനി ഇപ്പോൾ ജാതകത്തിൽ നിൽക്കുന്നത് പോലെ ഇപ്പോൾ ഇനിയുള്ള 2.5 വർഷക്കാലം ഇവിടെ ഉണ്ടാകും. ചാരവശാലും ഇപ്പോൾ ഈ കുട്ടിയുടെ ജാതകത്തിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് ലഗ്നാൽ ഇപ്പോൾ 10ലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങൾ തൊഴിൽപരമായി വളരെയേറെ കഠിനാധ്വാനത്തോടെ മുന്നേറിയാൽ തീർച്ചയായിട്ടും ഒരു തുടക്കം കുറിക്കാനും നല്ലൊരു ജീവിത പാത രൂപപ്പെടുത്താനും കഴിയും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു സംഗതി, കല്യാണമൊന്നും വലിയ ആനക്കാര്യമായിട്ട് എടുക്കുന്ന ആളെ അല്ല ഞാൻ. ജീവിത വിജയത്തിൻ്റെ പൂർത്തീകരണത്തിന് അതിൻ്റെ ഒരു പോർഷൻ, ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത്. ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മുടെ ഏറ്റവും വലിയ സംഗതി നമ്മുടെ കർമ്മരംഗവും, നമ്മൾ സന്തോഷകരമായി ഒരു പ്രവർത്തന പദ്ധതികളിൽ നിദ്രാവിഹീനമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കർമ്മ മേഖല, നമുക്കിഷ്ടപ്പെട്ട കർമ്മ മേഖലകളിൽ പണിയെടുക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്. നമ്മുടെ സന്തോഷം നാട്ടുകാരോ ബന്ധുക്കളോ മറ്റാരും തരേണ്ടതല്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ്. ഇനി വിവാഹ ജീവിതം സാധ്യമാകുമോ? 7ലോട്ടല്ലേ കണ്ണ് നയിക്കേണ്ടത്. ലഗ്നാൽ 7ാം ഭാവപതി എവിടെ ഉണ്ട്? 6 ഉപജയരാശി എന്നും പറയുന്നുണ്ട്, ഒരു രോഗസ്ഥാനമെന്നും പറയുന്നുണ്ട്. 7ാം ഭാവപതിക്ക് ലഗ്നാധിപന്റെ ദൃഷ്ടിയുണ്ട്. അത് ഒരു നല്ലൊരു ലക്ഷണമാണ്. മറിച്ച് 2 പാപന്മാരുടെ ദൃഷ്ടി, രവിയുടെ ദൃഷ്ടിയുണ്ട്, നിൽക്കുന്ന രാശിയിൽ നിന്നുള്ള കുജന്റെ ദൃഷ്ടി 7ാം ഭാവപതിക്ക് വന്നിരിക്കുന്നു. ഇനി 7ാം ഭാവത്തിന് വല്ല ശുഭബന്ധമുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനിയുടെ ദൃഷ്ടി 10ലേക്ക്. ഇതൊക്കെയാണെങ്കിലും ലഗ്നാധിപന് 7ാം ഭാവപതിയുമായി ദൃഷ്ടി ഉള്ളത് കൊണ്ട് നടക്കും. പക്ഷേ 7ന് ശുഭബന്ധമുള്ള ഒരു ബന്ധമൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അതിന് ഒരു വശമെങ്കിലും രണരണി ഭാവമുള്ള, ഘടനാപൊരുത്തമുള്ള ഒരു ജാതകം ചിലപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ഘടനാപൊരുത്തം അല്ലെങ്കിൽ രണരണി ഭാവം? 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ, 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ, ഈ 7ാം ഭാവപതിയുടെ നീചരാശിയിലോ അല്ലെങ്കിൽ ഉച്ചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ വരണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ ഈ ജാതകത്തിലെ ഒരു പ്രശ്നമുള്ളത്, 7ാം ഭാവപതി നിൽക്കുന്ന രാശി ലഗ്നം വരുമ്പോൾ, മറ്റേയാൾക്ക് ലഗ്നം വരുമ്പോൾ ഈ ലഗ്നത്തിൻ്റെ 8ലും 8-6 ബന്ധം വരും. അപ്പോൾ ഞാൻ പറയുക, 8ഉം 6ഉം തമ്മിലുള്ള ബന്ധം പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടാവില്ല. 7ന് അതൊന്ന് നോക്കി നടന്നാലൊന്നും നമുക്ക് നടക്കുകയില്ല. 7ന് ശുഭബന്ധമുള്ള ഒരു കുട്ടിയെ കല്യാണം അത് ചെയ്യുക എന്നുള്ളതാണ് അതിനൊക്കെ. പക്ഷെ അതൊന്നും അല്ല ഇപ്പം ആലോചിക്കേണ്ടത്. ഇപ്പം നമ്മുടെ കർമ്മരംഗവും മറ്റൊരാളെ ആശ്രയിക്കാതെ, അച്ഛനമ്മമാരെ പോലും ആശ്രയിക്കാതെ ജീവിക്കുവാനുള്ള ഒരു വരുമാന മാർഗവും ത്തിലേക്ക് വേണ്ടി ഈ നിമിഷം കൂടെ മുതൽ പരിശ്രമിച്ചുകൊണ്ടുള്ളൂ. തീർച്ചയായും അത് നടക്കും. തീർച്ചയായും നടക്കുമെന്ന് ജ്യോതിഷ നിയമപ്രകാരം ഞാൻ ഉറപ്പു തരും. ജാതക വിചിന്തനം, ഈ ജാതകത്തിൻ്റെ വിചിന്തനം ചെറിയ രീതിയിൽ കഴിഞ്ഞു. കൂടുതൽ ഡീപ്പായിട്ട് വിശദീകരിക്കേണ്ടതില്ല. ബാക്കിയെല്ലാം
ഡീപ്പായിട്ട് വിശദീകരിച്ചാൽ ഞാൻ പറയുന്നത് പോലെ അങ്ങ് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരാളുടെ കർമ്മവും ചിന്തകളും കൂടെ മിക്സ് ചെയ്തിട്ട ഗ്രഹനില എങ്ങനെയായിരുന്നാലും ആ ജീവിതം മുന്നോട്ട് പോവുക. ഇനി ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തിങ്കളാഴ്ച ദിവസം അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ ഈസ്റ്റർ ദിനം രാവിലെയാണ് പിടിക്കുക. ഈസ്റ്റർ ദിനം ഈ ഞായറാഴ്ച ഞാൻ അസൂയയോടെ അതിനുമപ്പുറം ആദരവോടുകൂടി കാണുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരു വ്യക്തിത്വമാണ്, എന്നെ കൊതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു. മാലോകരോട് എങ്ങനെ മര്യാദക്ക് ജീവിക്കണം എന്ന് പറഞ്ഞതിന്, ജീവിച്ച് കാണിച്ചു കൊടുത്തതിന്, ചില സത്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ പറഞ്ഞതിന് മാലോകരാൽ 6 മണിക്കൂർ 3 ആണിമേൽ കിടക്കുകയും ആ വേദനയുടെ ലഹരി ഒരു ആത്മസുഖത്തോടെ അനുഭവിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയും പിന്നെ ഒരു 3-ാം നാൾ വെള്ളിയാഴ്ച ദിവസത്തിനുമിപ്പുറം ഞായറാഴ്ച ദിവസം സ്വന്തം ശക്തിയാൽ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും, അത് വിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത്, അത് ഫിലോസഫിക്കലായിട്ട് പറയുന്നതേ ഉള്ളൂ, ആത്മവിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽക്കുകയും അജയ്യനായിത്തീരുകയും ചെയ്ത ആ പുണ്യാത്മാവിൻ്റെ തൃപ്പാദങ്ങളിൽ വണങ്ങിക്കൊണ്ട്. കാരണം ചില മനുഷ്യരെ അവരുടെ വ്യക്തിത്വം കൊണ്ട് നമ്മളൊക്കെ പിടിച്ച്, പിന്നീട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സത്യം പറയുന്നവനെ അപ്പോൾ അവിടെ ഇട്ട് കൊല്ലുകയും പിന്നെ പിടിച്ച് ദൈവമാക്കുകയും ചെയ്യും. അത് ക്രിസ്തുവിനും സംഭവിച്ചിട്ടുണ്ട്. ആദരവോടെ സ്നേഹത്തോടെ ആ പുണ്യാത്മാവിനെ പ്രണമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ നിർത്തുന്നു. നന്ദി.